നിരുപാധിക മാപ്പും പിന്നെ അനുബന്ധ ചെലവും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുക, അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. കേസും കോടതിയും എന്നെ സംബന്ധിച്ചിടത്തോളം പുത്തിരിയല്ല. ഇടക്കാലത്തുണ്ടായ ജമാഅത്തെ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കെതിരായി ഒരു വക്കീൽ നോട്ടീസ് ഇന്നലെ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിനുള്ള മറുപടി ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കണം. മാത്രമല്ല, വക്കീൽ നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത് 1 കോടി രൂപ കോമ്പൻസേഷനാണ്. പിന്നെ നിരുപാധിക മാപ്പും പിന്നെ അനുബന്ധ ചെലവും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുക, അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അപ്പം അതിൻ്റെ ഭാഗമായി ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവം സ്വീകരിച്ച് ജയിലിൽ പോകും. വിദ്യാർത്ഥി ജീവിതത്തിൽ മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത് 30 ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന ഒരാളാണ് ഞാൻ. NGO അധ്യാപക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും റിമാൻഡിലായിട്ടുണ്ട്. മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻ്റെ പേരിലുള്ള ഒരു പ്രധാനപ്പെട്ട കേസിൽ ഒറ്റപ്പാലം കോടതി 2.5 വർഷം ശിക്ഷിച്ചിരുന്നു. പക്ഷെ പിറ്റേ ദിവസം തന്നെ ഞാൻ കൺവിക്ഷനും സെൻറ്റൻസും സ്റ്റേ ചെയ്യിപ്പിച്ചു. എൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലാതാക്കി. കേസ് വിധി വന്നു. പക്ഷേ ഒരു ദിവസം പോലും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടില്ല. ഇപ്പം വിധി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ രാജിവെക്കുകയാണ്. അതിലേക്ക് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് കേസും കോടതിയും എന്നെ സംബന്ധിച്ചിടത്തോളം പുത്തിരിയല്ല.